ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ ഉസൂൽ സലാസ എന്ന ഈ റിസാലയിൽ അതിൽ നിന്നുള്ള രണ്ട് അസുലുകളാണ് നമ്മൾ കഴിഞ്ഞ ദർസുകളിലായിട്ട് വായിച്ചത്. ഒരടിമ തൻ്റെ റബ്ബിനെ മനസ്സിലാക്കേണ്ടതിനെ സംബന്ധിച്ചും ശേഷം ദീനിനെ സംബന്ധിച്ചുമാണ് പറഞ്ഞത്. ഏതാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവതീർണമായ ശരിയായ ദീൻ, അതിൻ്റെ മർത്തബകൾ ഏതാണ്, അതിൻ്റെ തെളിവുകൾ ഏതാണ്, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത്. ഇനി മൂന്നാമതായി മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു, അൽ അസ്ലു സാലിസ്, മൂന്നാമത്തെ അടിസ്ഥാനം മഅരിഫത്തു നബിയിക്കും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചറിയലാണ്. നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചറിയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയേണ്ട പ്രധാനപ്പെട്ട അതിൻ്റെ ഉള്ളടക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, കുടുംബം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, രീതികൾ. ഇതാണ് പ്രാഥമികമായിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും കുടുംബ പശ്ചാത്തലവുമാണ് ഒന്നാമതായി മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്നത്. വഹുവ മുഹമ്മദുൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുഹമ്മദാണ്. ഇബ്നു അബ്ദില്ലാഹ്, അബ്ദുള്ളയുടെ മകനാണ്. ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ളയാകട്ടെ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബ്ദുൽ മുത്തലിബാകട്ടെ ഇബ്നു ഹാഷിം, ഹാഷിമിന്റെ മകനാണ്. അബ്ദുൽ മുത്തലിബിന്റെ ശരിയായ പേര് ഷൈബത്തുൽ ഹംദ് എന്നാണ്. മുത്തലിബിന്റെ അടിമ എന്ന് അദ്ദേഹത്തിന് ഒരു പേര് അവിചാരിതമായി കിട്ടിയതാണ്. അതായത് മദീനയിൽ നിന്ന് ഹാഷിമിന്റെ, അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പ ഹാഷിമാണ്. ഹാഷിം വളരെ ധാരാളമായി ദാനശീലവും മറ്റൊക്കെ ചെയ്യുന്നയാളാണെന്നാണ്, കച്ചവടമാണ്. മദീനയിൽ മകനെയുമായി പോവുകയും മദീനയിൽ നിന്ന് മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മകനെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇത് ആരാണ്, ഈ കുട്ടി ആരാണെന്ന് സംശയം തോന്നിയിട്ട് ആളുകൾ ഒരു അടിമയായിട്ട് വരുന്നു. അടിമയെയും കൊണ്ടാണ് വരുന്നത്. മുത്തലിബിന്റെ അടിമ ആണ് ഇദ്ദേഹം എന്നുള്ള നിലയിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പേര് വന്നതാണ്. ശരിക്കും ഷൈബത്തുൽ ഹംദ് എന്നുള്ളതായിരുന്നു ശരിയായ നാമം എന്നുള്ളതാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഹാഷിമിന്റെ മകനാണ്.
ഹാഷിമാകട്ടെ, അതായത് മരണപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ മകനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോഴുള്ള സാഹചര്യമാണ് പറയുന്നത്. ഹാഷിമാകട്ടെ ഖുറൈശികളിൽപ്പെട്ടയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നേക്കുന്നത് ഏകദേശം 20-21 ആളുകളുടെ പേരുകളാണ് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. അതിനുശേഷം ഖുറൈശ് എന്നുള്ളത് അറബികളിൽപ്പെട്ടതാണ്. അറബികളാകട്ടെ ദുരിയത്ത് ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടാണ്. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ സന്തതി പരമ്പരകളിലേക്കാണ് ചേരുന്നത് എന്നുള്ളതിൽ എന്തില്ല, സംശയമൊന്നുമില്ല. അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനിടയിൽ ഈ 20 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാമിലേക്ക് എത്ര തലമുറയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില സ്ഥിരപ്പെടാത്ത റിവായത്തുകളിൽ അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര പഠിക്കുന്നതിന്റെ ഹുക്ം എന്താണ്, അതിന്റെ വിധി എന്താണെന്ന് വെച്ചാൽ അത് ഫർദ് കിഫായയാണ്. ഓരോ ആളും അനിവാര്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പഠിച്ചിരിക്കാൻ അനിവാര്യമാണ്, നിർബന്ധമാണ്. ഓരോ ആളുകളും പഠിച്ചിരിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കുടുംബ പശ്ചാത്തലം സ്ഥിരപ്പെട്ടിരിക്കുന്നത് മുഴുവനും പഠിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും മേലെന്തല്ല, നിർബന്ധമായ കാര്യമല്ല. അത് ഫർദ് കിഫായയാണ് അതിന്റെ ഹുക്ം. അതിന്റെ വിധി എന്താണെന്ന് വെച്ചാൽ ആളുകൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. സമൂഹത്തിൽ എല്ലാവരും പഠിക്കുന്ന നിർബന്ധമായ ഫർദ് ഐനായ കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാമിലേക്കും ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിലേക്കാണ് ആ കുടുംബ പശ്ചാത്തലം എന്ത് ചെയ്യുന്നത്, ചെന്ന് ചേരുന്നത്. ഇനി രണ്ടാമതായി മുസ്ലിം റഹ്മത്തുള്ളാഹി പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പേരുകളുണ്ട്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പേരുകളുണ്ട്, സ്ഥിരപ്പെടാത്ത പലതും ധാരാളം പറയുന്നുണ്ട്. ഇപ്പോൾ യാസീൻ, ത്വാഹ എന്നെല്ലാം ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായിട്ട് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. അത് ഹദീസുകളിലോ മറ്റൊന്നും സ്ഥിരപ്പെട്ടു വന്ന പേരുകളല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. അവകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കേവലം സാധാരണ ആളുകളുടെ പേരുകൾ ഒരാളെ അറിയിക്കാനുള്ളതാണ്, അലമാണ്. ഇപ്പോൾ കരീം എന്നൊരാൾക്ക് പേരിട്ടു, അവൻ കറമുള്ളയാളാകണമെന്നൊന്നുമില്ല, മാന്യതയോ അല്ലെങ്കിൽ ഉദാരതയോ ഒന്നും അവന് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അത് അവനെ സൂചിപ്പിക്കാൻ വേണ്ടി അവൻ്റെ ഒരു അടയാളമായിട്ട് ഇരിക്കുന്ന ഒരു അലമാണത്. എങ്ങനെ സാധാരണ ആളുകളുടെ പേരുള്ളൂ, ചിലപ്പോൾ ജവാദ് എന്നായിരിക്കാം പേര്, ഈ പറയുന്ന ജൂദുണ്ടാകണമെന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമങ്ങൾ, അതിലെല്ലാം എന്തുണ്ടാകും, ഒരു വിശേഷണം ഉണ്ടാകും. ആ നാമം കേവലം ഒരു അലമു മാത്രമല്ല, ആ ഐനിലേക്ക് വ്യക്തിയിലേക്ക് അറിയിക്കുന്ന സൂചകം മാത്രമല്ല, പിന്നെന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന ആശയവും എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ട വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. ഇനി വലഹു മിനൽ ഉമുരി 63 സന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 63 വയസ്സായിരുന്നു വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്നത്. മിൻഹ 40 ഖബല നുബുവ, അതിൽ 40 വയസ്സ് വരെയും നുബുവത്തിന് മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ്, 40ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്നത് നുബുവത്ത് ലഭിക്കുന്നത്. വസലാസുൻ വഇശ്റൂന നബിയ്യൻ വറസൂല, ബാക്കി 23 വർഷമാണ് നബിയും റസൂലുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചു കൊടുത്തത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 63 വയസ്സാണ്. 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് നൽകപ്പെടുന്നത്. ശേഷം ഇസ്ലാമിക പ്രബോധനവുമായി നുബുവത്തിന്റെ റിസാലത്തിന്റെ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത് മക്കയിലും മദീനയിലുമായി കൊണ്ട് എത്ര വർഷമാണ്? 23 വർഷമാണ്. നുബ്ബിഅ ബി ഇഖ്റ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി തെരഞ്ഞെടുക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൂറത്തുൽ അലഖ് അവതരിപ്പിച്ചുകൊണ്ടാണ്. സൂറത്തുൽ അലഖിൽ ആദ്യം 5 വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ സൂറത്തിന്റെ അവതരണത്തിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നബിയായി കൊണ്ട് എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്. വഉർസില ബിൽ മുദ്ദസ്സിർ, റിസാലത്തിന്റെ ദൗത്യം ഏൽപ്പിക്കുന്നത്. ഇത് ജനങ്ങളിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രബോധനം ചെയ്യേണ്ടതുണ്ട്, എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ റിസാലത്ത് ഏൽപ്പിക്കപ്പെടുന്നത് സൂറത്തുൽ മുദ്ദസ്സിർ അവതരിപ്പിച്ചുകൊണ്ടാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ
ഖും ഫഅൻസിർ എന്ന് തുടങ്ങുന്നതായ ആയാത്തുകളിലൂടെയാണ് റസൂലായിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. വബലദുഹു മക്കത വഹാജറ ഇലൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്ന നാട് ഏതാണ്? മക്കയാണ്. എന്നാൽ നുബുവത്തിന് ശേഷം ഉണ്ടായ ശക്തമായ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം കാരണം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പോൾ നുബുവത്തിൻ്റെ റിസാലത്തിൻ്റെ കാലഘട്ടം പറയുന്ന 23 വർഷമാണ്. അത് തന്നെ രണ്ടായിട്ട് വേർപിരിയുന്നുണ്ട്. ഒന്ന് മക്ക കാലഘട്ടമാണ്, ഫിത്ര മക്കിയ. ആദ്യത്തെ 13 വർഷക്കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചത്. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു? 53-ാമത്തെ വയസ്സിൽ 13 വർഷം കഴിഞ്ഞപ്പോൾ പിന്നിട്ടപ്പോൾ എന്ത് ചെയ്തു? മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്തു. അതിനുശേഷം മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുന്നു, ബഅസഹുല്ലാഹു ബിന്നദാറ അനിശ്ശിർകി വയദ്ഉ ഇല തൗഹീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് ശിർക്കിനെ തൊട്ട് താക്കീത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജനങ്ങളെ എന്ത് ചെയ്യണം? തൗഹീദിലേക്ക് ക്ഷണിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്. എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്? തൗഹീദി പ്രബോധനം നടത്തുക എന്നുള്ളതാണ്. ശിർക്കിനെ ശക്തമായി താക്കീത് ചെയ്യുക. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷയുണ്ട്, നരകമായിരിക്കും അവരുടെ സങ്കേതം, ശാശ്വത ഗേഹം നരകമായിരിക്കും മരണത്തിന് ശേഷം. തൗഹീദ് ഒരാളെ യാഥാർത്ഥ്യവൽക്കരിച്ചു കഴിഞ്ഞാൽ അവനെന്തുണ്ട്? സ്വർഗമുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നുബുവത്തിന് ശേഷം 23 വർഷക്കാലവും, അതിൽ ആദ്യ വർഷങ്ങളിൽ മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു കേന്ദ്രബിന്ദു ദഅവത്തിന്റെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ ആഖിറ, ഇതുപോലുള്ള കാര്യങ്ങളാണ്. മദീനയിൽ ചെന്നതിന് ശേഷം മറ്റുള്ള ശരീഅത്തിന്റെ നിയമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനോട് കൂടെ തന്നെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? തൗഹീദി പ്രബോധനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സമയം ചെലവഴിച്ചതായി കാണാൻ സാധിക്കുന്നു. മരണവേള വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിശക്തമായി എതിർക്കുകയും ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ, നുബുവത്തിന്റെ ലക്ഷ്യം. ഇതാണ് ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത്. എന്താണ് അതിനുള്ള തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ളതായ ദലീല് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യം തന്നെയാണ്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതച്ച് മൂടി കിടക്കുന്നവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്തിന്റെ തൊട്ടുടനെ ഉണ്ടായ പരിഭ്രമങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അപരിചിതമായ ഒരവസ്ഥയാണ് സ്വാഭാവികമായും ഒരാൾക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉണ്ടാകാവുന്ന പേടിയും മറ്റുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് മൂടാൻ പറയുകയും അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഹദീസുകളിൽ നിന്നുണ്ട്, സ്ഥിരപ്പെട്ടു വന്നതാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു പറയാ, അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിച്ച് കിടക്കുന്നവരെ, ഖും ഫഅൻസിർ, താങ്കൾ എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകണം. എന്തിനെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്? ശിർക്കിനെ സംബന്ധിച്ചാണ്. ശിർക്കിനെ സംബന്ധിച്ച് താങ്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുന്നറിയിപ്പ് നൽകണം. എന്നിട്ട് ആളുകളെ എന്ത് ചെയ്യണം? തൗഹീദിലേക്ക് ക്ഷണിക്കണം എന്നർത്ഥം. ഫഅൻസിർ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത്. ശിർക്കിനെ തൊട്ട് എന്ത് ചെയ്യുക? താങ്കൾ താക്കീത്. കാരണം ശിർക്കാണ് അവിടെ ഏറ്റവും വലിയ രീതിയിൽ നിഴലിച്ചു നിന്ന ഏറ്റവും വലിയ കഠിനമായ പാപം അതായിരുന്നു. അവിടെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമായിരുന്നു എന്ന് നമുക്കറിയാം. ഹദീസുകളും ഖുർആനിലെല്ലാം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പെൺകുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്കത് കഠിനമായ പ്രയാസമാണ്. അവരുടെ മുഖമെല്ലാം ഇരുളുമായിരുന്നു, കോപമുണ്ടാകുമായിരുന്നു. വീടിനുള്ളിൽ അവരെന്ത് ചെയ്യും? പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചുകൊണ്ട് ലജ്ജയാൽ വീടിനുള്ളിൽ കഴിയുമായിരുന്നു. അത്രയ്ക്കും പ്രയാസകരമായിരുന്നു പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പെൺകുഞ്ഞുങ്ങൾ അവർ കൊന്നുകളയുമായിരുന്നു. ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അതിനാക്ഷേപിച്ചുകൊണ്ട്. അപ്പോ ഇത് വലിയ പ്രശ്നമാണ്, അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. എന്താണ്? ആളുകൾ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നു. അതേപോലെ തന്നെ വേറെയും ധാരാളം
സംഘട്ടനങ്ങൾ, കുടുംബപരമായിട്ട് ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം നീണ്ട വർഷങ്ങൾ നിലനിന്ന യുദ്ധങ്ങളുണ്ട്. അതേപോലെ തന്നെ മദ്യപാനമുണ്ട്, പലിശയുണ്ട്, വ്യത്യസ്ത പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ദഅവത്ത് ചെയ്യുന്ന ഇതിലേക്ക് തന്നെയാണ്, തൗഹീദിലേക്കാണ്. ശിർക്കാണ് ഏറ്റവും അപകടം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശിർക്ക് അപകടമാണ്. അത് നിങ്ങളെ കാലാകാലം നരകത്തിൽ വസിപ്പിക്കാൻ പര്യാപ്തമായതാണ്. അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? പേടിക്കണം. ഇതാണ് ഒന്നാമത്തെ നിർദ്ദേശം. ശിർക്കിനെ തൊട്ട് താങ്കൾ എന്ത് ചെയ്യുക? ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക. വറബ്ബക ഫകബ്ബിർ. അപ്പോൾ ഹും ഫാൻസിർ എന്ന് പറഞ്ഞാൽ യുൻസിറു അനി ശിർക്കി വയദഉ ഇല തൗഹീദ്. ശിർക്കിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? താക്കീത് ചെയ്തുകൊണ്ടിരുന്നു, ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. വറബ്ബക ഫകബ്ബിർ എന്ന് പറഞ്ഞാൽ ഐ അഅ്ദിംഹു ബിത്തൗഹീദ്. വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ റബ്ബിനെ താങ്കൾ തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ അഅ്ദിംഹു, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. എന്തുകൊണ്ടാണ് മഹത്വപ്പെടുത്തേണ്ടത്? ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട്. അതായത് തൗഹീദിന് വിരുദ്ധമായി ഏതെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടോ അത് അള്ളാഹുവിനെ ഇകഴ്ത്തലാണ്, അള്ളാഹുവിനോട് കുറവ് അള്ളാഹുവിന്റെ മേൽ വെച്ച് കിട്ടലാണ്, അള്ളാഹുവിന്റെ പേരിൽ കഠിനമായ വ്യാജം ആരോപിക്കലാണ്, അള്ളാഹുവിനെ നിന്ദ്യനാക്കി മാറ്റുന്നതിന് തുല്യമാണെന്ത്? ശിർക്കിന്റെ ഏത് ഇനങ്ങളാകട്ടെ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഒരാൾ കാണേണ്ട പ്രകാരം കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് ഏത് രീതിയിലുള്ള ശിർക്കാണ് എങ്കിലും ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ശരിയായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ആളുകളുടെ ഓരോ കക്ഷികൾ, ഇസ്ലാമിൽ നിന്ന് ഇസ്ലാമിന്റെ അകത്ത് അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ആളുകളാകട്ടെ, ഇസ്ലാമിനെ പുറത്ത് മറ്റുള്ളതായ മതങ്ങളിൽ അങ്ങനെ വ്യതിചലിച്ചവരാകട്ടെ, എല്ലാത്തിനും കാരണം ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചെയ്യുന്നുണ്ട്, വിശാലമായി പറയുന്നുണ്ട്. അതിനെല്ലാം കാരണം എന്താണ്? അള്ളാഹുവിനെ യഥാവിധം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. അള്ളാഹുവിനെ അവർ ബഹുമാനിക്കുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പലപ്പോഴും. അള്ളാഹുവിന് പുറമെ മൊഹീദ്ദീൻ ശൈഖിന് അല്ലെങ്കിൽ ബദരീങ്ങളോട് ദുആ ചെയ്യുന്ന ആളുകൾ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ബഹുമാനമാണ്, അതുകൊണ്ട് നേരിട്ട് ഞങ്ങൾ പാപികളായ ആളുകൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ, അപ്പോൾ അവർ ബഹുമാനമാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? എല്ലാ വിളികൾക്കും ഉത്തരം നൽകാൻ കഴിവുള്ളവനായ, രാവും പകല് പാപങ്ങൾ ചെയ്തിരിക്കുന്നവർക്ക് രാവ് എന്ത് ചെയ്യുന്നു? ദുആ സ്വീകരിക്കാൻ കൈനീട്ടിയിരിക്കുകയാണ് റബ്ബ്. രാത്രി പാപങ്ങൾ ചെയ്തവർക്ക് പകല് എന്ത് ചെയ്യും? പാപമോചനത്തിന് വേണ്ടിയിട്ട് അള്ളാഹു കൈനീട്ടിയിരിക്കുകയാണ് എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ അള്ളാഹുവിനെ അവരെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്യാണ്? അള്ളാഹുവിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അവർ കരുതുന്നത് ബഹുമാനിക്കാനാണെന്നാണ്. ഇങ്ങനെ ഏതേത് വ്യതിചലനങ്ങളുണ്ടോ അവിടെ എല്ലാം മനസ്സിലാകുന്നത് അവർ അള്ളാഹുവിനെ യഥാവിധം ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് അള്ളാഹുവിന്റെ സിഫാത്തുകളും അസ്മാകളും യഥാവിധം ചെയ്യണം, പഠിക്കണം. അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച് സിഫാത്തുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ശിർക്കുകളിൽ നിന്ന് വ്യതിചലനം മാറാൻ സാധിക്കും, തിരിച്ചു വരാൻ സാധിക്കും, വിദഅത്തുകൾ ഉപേക്ഷിക്കാൻ സാധിക്കും. കാരണം അള്ളാഹു ആരാണെന്ന് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? ഒരാൾ തിരിച്ചറിയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ വ്യതിചലിച്ച വിശ്വാസങ്ങളും അതേപോലെ തന്നെ ആചാരങ്ങളും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്വാഭാവികമായിട്ടും വെടിയേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ പഠിക്കുക. അതുകൊണ്ടാണ് ഇവിടെ വറബ്ബക ഫകബ്ബിർ എന്ന് പറഞ്ഞാൽ തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ എന്ത് ചെയ്യുക? മഹത്വപ്പെടുത്തുക. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന അള്ളാഹുവിന് എന്ത് ചെയ്യലാണ്? ഇകഴ്ത്തലാണ്. അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇകഴ്ത്തലാണ്. അള്ളാഹുവിന് പങ്കാളികളുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് സമന്മാരുണ്ട്, അള്ളാഹുവിന്റെ അടുക്കല് ശുപാർശക്കാരുണ്ട്, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ശുപാർശ പറയാൻ അതിന് ഉടമപ്പെടുത്തപ്പെട്ട ആളുകളുണ്ട് എന്നെല്ലാം പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ ഒരാൾ ഇകഴ്ത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തൗഹീദ് കൊണ്ട് എന്ത് ചെയ്തുകൊള്ളുക? അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊള്ളുക. വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രത്തെ താങ്കൾ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഐ തഹിർ അഅമാലക അനി ശിർക്കി, എല്ലാ കർമ്മങ്ങളെയും ശിർക്കിൽ നിന്ന് എന്ത് ചെയ്യണം? മോചിപ്പിക്കണം, ശുദ്ധീകരിക്കണം. ഒരു കർമ്മത്തിൽ ഒന്നുണ്ടാകാൻ പാടില്ല, അള്ളാഹു അല്ലാത്തവർക്ക് ഉള്ളതുണ്ടാകാൻ പാടില്ല. ഏത് കർമ്മം ചെയ്യുന്നോ കൽക്കർമ്മങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം, അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം, അവന്റെ കൂലിയായിരിക്കണം, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതായിരിക്കണം അതിന്റെ ലക്ഷ്യം. അപ്പൊ താങ്കളുടെ വസ്ത്രം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ താങ്കളുടെ അമലുകൾ എന്ത് ചെയ്യുക? ശുദ്ധീകരിക്കുക, ശിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കുക.
വറുജിസ ഫഹ്ജുർ, റുജിസ് എന്ന് പറഞ്ഞാൽ അസ്നാമാണ്, വിഗ്രഹങ്ങൾ, മാലിന്യങ്ങൾ. ഫഹ്ജുർ അതെന്ത് ചെയ്യണം? വെടിയണം. വഹജുറുഹ വിഗ്രഹങ്ങൾ വെടിയുക എന്ന് പറഞ്ഞാൽ തർക്കുഹ വൽ ബറാഅതു മിൻഹാ വഅഹ്ലിഹ, അതിനെ ഉപേക്ഷിക്കണം, അതുമായുള്ള ബന്ധം വിച്ഛേദിക്കണം, അതിന്റെ ആളുകളുമായിട്ടുള്ള ബന്ധവും ചെയ്യണം, വിച്ഛേദിക്കണം. അപ്പൊ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതായ ആരാധ്യർ, അത് വിഗ്രഹങ്ങളാണെങ്കിലും അതേപോലെ തന്നെ അതിനു പുറമെയുള്ള വൃക്ഷങ്ങളാണെങ്കിലും അവലൊക്കെ എന്ത് ചെയ്യുക, മാറ്റുന്നത്. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. മലായിക്കത്താണെങ്കിലും അമ്പിയാക്കളാണെങ്കിലും സാലിഹീങ്ങളാണെങ്കിലും അവർക്ക് ഇബാദത്ത് പാടില്ല. അപ്പോൾ അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യർ എന്ത് ചെയ്യുക? അവർക്ക് ഇബാദത്തുകൾ അർപ്പിക്കാതിരിക്കുക. അഖദ അലാ ഹാദാ 10 സിനീൻ യദ്ഉ ഇല തൗഹീദ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം 10 വർഷത്തോളം ഇത് തന്നെയാണ് ചെയ്തത്, പറഞ്ഞുകൊണ്ടിരുന്നത്. ശിർക്കിനെ തൊട്ട് താക്കീത് ചെയ്തു, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വബഅദ അൽ-10 ഉരിജ ബിഹി ഇല സമാ. 10 വർഷമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശ ലോകത്തേക്ക് എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു. കൃത്യമായി 10 വർഷമാണോ അതല്ല അതിൽ കൂടുതലുണ്ടോ? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. മിഅ്റാജ് നടത്തപ്പെട്ടത് 10 വർഷമാണെന്നുള്ളതാണ് പ്രബലമായ പല ഉലമാക്കളുടെ അഭിപ്രായം. അതല്ല ഹിജ്റക്ക് തൊട്ട് മുമ്പാണെന്നും മറ്റും വയ്ക്കുന്നുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 2 പ്രാവശ്യം നടത്തപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. എങ്ങനെയാണെങ്കിലും 10 വർഷത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശ ലോകത്തേക്ക് മിഅ്റാജിന് വേണ്ടിയിട്ട് ഉയർത്തപ്പെട്ടു. വഫുരിദത് അലൈഹി അസ്സലവാത്തുൽ ഖംസ്. അങ്ങനെ ആകാശത്ത് വച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല 5 നേരമുള്ള നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിർബന്ധമാക്കി. വസല്ല ഫീ മക്കത 3 സിനീൻ. അങ്ങനെ 3 വർഷത്തോളം മക്കയിലാണ് എന്ത് ചെയ്തത്? ഫർദ് നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത്. വബഅദഹ ഉമിറ ബിൽ ഹിജ്റതി ഇലൽ മദീന. അതിനുശേഷം എന്ത് ചെയ്തു? പിന്നീട് മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ കേന്ദ്രബിന്ദു ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഹൈസം ഫർഹാൻ ഹഫിളഹുല്ലാഹ് പ്രകാരം പറയുന്നത് കാണാം. വകാനത്ത് അദ്ദഅവ ഫിൽ അഹ്ദിൽ മക്കി മുതറക്കിസതൻ ഹൗല തൗഹീദ് والدعوة إلى نبذ الشرك وإخلاص العبادة لله وحده. മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ കേന്ദ്രബിന്ദു അത് കേന്ദ്രീകരിക്കപ്പെട്ടത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ശിർക്കിനെ വെടിയുക എന്നുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. ഇബാദത്ത് നിഷ്കളങ്കമായി അള്ളാഹുവിന് മാത്രം സമർപ്പിക്കപ്പെടുക. വസ്തമറത് ഹാദിഹി ദഅവ ലിമുദ്ദത്തി 13 സന. ഇത് 13 വർഷം ചെയ്തു. ഈ പറയുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. ثم أمر صلى الله عليه وسلم بالهجرة إلى المدينة. നുബുവത്തിന് ശേഷം ഈ പറയുന്ന 13 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്തത്? മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെടുകയും അവിടെ നിന്ന് എന്ത് ചെയ്തു? ഹിജ്റ ചെയ്യുകയും ചെയ്തു. മദീനയിൽ ചെന്നപ്പോൾ ഈ പറയുന്ന തൗഹീദ് ദഅവത്ത് അവസാനിപ്പിച്ചോ? ഇല്ല, അവിടെ എന്ത് ചെയ്തു? ഇത് തുടർന്നുകൊണ്ടിരുന്നു. അവിടെയും ദഅവത്ത് തൗഹീദിന്റെ മേലായി കൊണ്ട് എന്ത് ചെയ്തു? തുടർന്നുകൊണ്ടേയിരുന്നു. بالإضافة إلى نزول باقي شرائع الدين من عبادات ومعاملات وأمور حياتية. അതുകൊണ്ട് കൂടെ എന്ത് ചെയ്തു? മദീനയിലെത്തിയപ്പോൾ മറ്റുള്ള ശരീഅത്തിന്റെ നിയമങ്ങൾ, അത് ഉള്ള ഇബാദത്തുകൾ, നോമ്പ്, അതേപോലെ തന്നെ സക്കാത്ത്, ഹജ്ജ്, ഇതുപോലുള്ളതായ ഇബാദത്തുകളും ചെയ്തു. അതിൻ്റെ ജിഹാദ് പോലുള്ളതായ ഇബാദത്തുകൾ, അതേപോലെ തന്നെ മുആമലാത്തുകൾ, മനുഷ്യരുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കച്ചവടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതേപോലെ നിക്കാഹുമായി ബന്ധപ്പെട്ട അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട മറ്റുള്ള ധാരാളം നിയമങ്ങൾ എന്ത് ചെയ്തു? അവതരിപ്പിക്കപ്പെട്ടു. എന്നാലും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതമാകട്ടെ മദീന ജീവിതമാകട്ടെ അതിലെല്ലാം പൂർണ്ണമായി നിഴലിച്ചു നിന്നത് എന്ത് തന്നെയാണ്? ഈ തൗഹീദ് പ്രബോധനം തന്നെയാണ്.
കാരണം അത് എവിടെ കോട്ടം വരുന്നു അവിടെ നിന്നുണ്ടാവും. എല്ലാ മേഖലകളിലും കോട്ടം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എവിടെയാണോ തൗഹീദിന് കുറവ് സംഭവിക്കുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും എന്ത് ചെയ്യും, അത് ബാധിക്കും. തൗഹീദ് എപ്പോഴാണോ ശക്തമായി നിൽക്കുന്നത് അവിടെ എന്ത് ചെയ്യും, എല്ലാ മേഖലകളിലും അതിനനുസൃതമായിക്കൊണ്ട് എത്രത്തോളം ശക്തി ആർജിക്കുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും, ജീവിതത്തിൻ്റെ മറ്റുള്ള മേഖലകളെല്ലാം സ്വസ്ഥമാകും. പ്രയാസങ്ങൾ ഇല്ലാതെ അള്ളാഹു അതിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും, അഭിവൃദ്ധി നൽകും എന്നുള്ളതാണ്. ഇവിടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹിയുടെ വാക്യത്തിൽ നിന്ന് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഫായിദ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ശാരിഹ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഒന്ന് മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫായിദ, അന്നമ അഖ്ബറ അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അംരിൽ ഗൈബി നഖൂലു ഫീഹി ആമന്നാ വസദ്ദഖനാ വസല്ലംനാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമൂറുൽ ഗൈബ്, ഗൈബിയായ ഏത് കാര്യം പറഞ്ഞു തരുന്നുണ്ടോ അതിൽ നമ്മുടെ മേൽ ബാധ്യതയായത് എന്താണ്, പറസമയാന ഞങ്ങൾ എന്ത് ചെയ്തു, കേട്ടു, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളതിനെ സത്യപ്പെടുത്തി, ഞങ്ങളതിനെന്ത് ചെയ്തു, ഇത് പറയലാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് എന്നുള്ള പേര് തന്നെ നൽകപ്പെട്ട കാരണത്താലാണ്. അവിടെ മാത്രമല്ല ധാരാളം കാര്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു കാര്യം പറഞ്ഞത്, അതിനെന്ത് ചെയ്യുക, അംഗീകരിക്കുക. ഒരാൾ അങ്ങനെ സത്യപ്പെടുത്താതെ അവനെന്ത് ചെയ്യാൻ സാധിക്കില്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ അംഗീകരിക്കാൻ പറ്റൂല. ഖുർആൻ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊണ്ടുവരുന്നുവോ അതിനെ സ്വീകരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബികൾ അതിന് ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫായിദയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നത് അതിനെന്ത് ചെയ്യുക, പൂർണ്ണാർത്ഥത്തിൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ ബാധ്യതയായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമസ്കാരത്തെ നിർബന്ധമാക്കിയത് ആകാശലോകത്ത് വെച്ചിട്ടാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇടയിൽ നിൽക്കാതെ നേരെ അള്ളാഹു ചെയ്യാണ് കൊടുക്കുക, സംഭാഷണമാണ്. നമസ്കാരം അങ്ങനെ തന്നെയാണ്, അള്ളാഹുമായിട്ടുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. ഏറ്റുപറച്ചിലും ഒരു പ്രതിജ്ഞയും അദ്കാറുകളും തസ്ബീഹുകളും തഹ്മീദുകളും പ്രാർത്ഥനകളും കൊണ്ടും മുഖരിതമായതാണ് നമസ്കാരം. അപ്പോൾ ഇത് അതിൻ്റെ മഹത്വത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നത്. മറ്റുള്ള ഇബാദാത്തുകളെല്ലാം നിർബന്ധമാക്കപ്പെട്ടത് അവിടെ വെച്ചിട്ടാണ്, ഭൂമിയിൽ വെച്ചിട്ടാണെങ്കിൽ നമസ്കാരം നിർബന്ധമാക്കിയത് എവിടെയാണ്, ആകാശലോകത്ത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതിന് ശ്രേഷ്ഠത എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അറിയിക്കുന്നുണ്ട്. അതിനുശേഷം മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയുന്നു, വൽ ഹിജ്റത്തു വൽ ഇൻതിഖാലു മിൻ ബലദി ശിർക്കി ഇലാ ബലദിൽ ഇസ്ലാം. അപ്പോൾ 13 വർഷമായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിജ്റ എന്ന് പറഞ്ഞാൽ അൽ ഇൻതിഖാലു മിൻ ബലദി ശിർക്കി ഇലാ ബലദിൽ ഇസ്ലാം. ശിർക്കിന്റെ നാടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് എന്ത് ചെയ്യുക, നീങ്ങുക, പലായനം ചെയ്യുക. ഇതിനാണ് ഹിജ്റ എന്ന് പറയുക. വൽ ഹിജ്റത്തു ഫരീദത്തുൻ അലാ ഹാദിഹിൽ ഉമ്മ മിൻ ബലദി ശിർക്ക് ഇലാ ബലദിൽ ഇസ്ലാം. ശിർക്കിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിക നാട്ടിലേക്ക് പലായനം ചെയ്യുക എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. വഹിയ ബാഖിയത്തുൻ ഇലാ അൻ തഖൂമ അസ്സാഅ. ഈ ഹിജ്റ എന്ത് ചെയ്യും, ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുന്നതായ ഒരു നിയമവുമാണ്. അതിന്റെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യലായിരുന്നു ആദ്യം നിർബന്ധമായിരുന്നത്. എന്നാൽ മക്കയിൽ നിന്ന് പിന്നീടുള്ള ഹിജ്റ എന്ത് ചെയ്തു, തടയപ്പെട്ടു. ഇല്ല, ഇനി മക്കയിൽ നിന്നില്ല, ഹിജ്റയില്ല. എന്നാൽ എവിടെയാണോ ഒരാൾക്ക് ഇസ്ലാം ആചരിക്കാനും അത് മുറുകെ പിടിക്കാനും പ്രയാസങ്ങളുള്ള പാടുകളുടെ നാട്ടിൽ താമസിക്കുന്നുണ്ടോ അവിടെ നിന്ന് എന്ത് ചെയ്യല്, ഇസ്ലാമിക സമൂഹത്തിലേക്ക് പോകൽ നിർബന്ധമാണ് എന്നുള്ളതിനെയാണ്. ഹിജ്റ എന്നുള്ളത് ഒരു ഭീരത്വമായ നിലപാടോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ ഒന്നുമല്ല. ഹിജ്റ എന്നുള്ളത് വലിയൊരു ഇബാദത്ത് കൂടിയിട്ടാണ്. അതിന്റെ ശ്രേഷ്ഠതകൾ ധാരാളം ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഹുക്കുമുകൾ വ്യത്യസ്തമായിരിക്കും. ഓരോ നാട്ടിലും ഓരോ വ്യക്തിക്കും അനുസൃതമായി കൊണ്ടെന്ത് ചെയ്യും, വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ അത് നിർബന്ധമായി മാറിയേക്കാം, ചിലപ്പോൾ അത് സുന്നത്തായി മാറിയേക്കാം, ചിലപ്പോൾ അനുവദനീയമായി മാറിയേക്കാം, ചിലപ്പോൾ നിഷിദ്ധമായി മാറിയേക്കാം, ചിലപ്പോൾ കറാഹത്തായി മാറിയേക്കാം. ഇത് ഓരോ നാടുകളുടെയും സാഹചര്യങ്ങളനുസരിച്ച് ഓരോ വ്യക്തികളുടെയും അവസ്ഥകളനുസരിച്ച് അപേക്ഷികമാണ്. അപ്പോൾ അതനുസൃതമായിട്ടാണ് അതിൻ്റെ ഹുക്കം ചെയ്യുക,
പറയപ്പെടുക. എന്നാൽ ഒരാൾക്ക് ഇസ്ലാമിക ജീവിതം നയിക്കാൻ ഒരു നാട്ടിൽ തീരെ നിവൃത്തിയില്ല. ഇസ്ലാമിന്റെ ഷിആറുകൾ, അടയാളങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല, ബാങ്ക് വിളിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ബാങ്ക് മൈക്കിൽ കൊടുക്കുന്ന കാര്യമില്ല കേട്ടോ, അല്ലാതെ അതുപോലെ തന്നെ നമസ്കാരം, ഇതുപോലുള്ള ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ തീരെ പ്രയാസകരമായ ഘട്ടമാണെങ്കിൽ അവർക്ക് ഹിജ്റ ചെയ്യുക എന്നുള്ളതാണ് എന്ത് അനിവാര്യമായ കാര്യം. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യത്യസ്തമായ ഹുക്മുകളുണ്ട്. ഇനി മുസ്ലിമീങ്ങൾ ഭരിച്ചിരുന്ന നാടുകളിൽ നിന്ന് അവിടുത്തെ ഭരണം നഷ്ടപ്പെട്ടു പോവുകയും അവരെ എന്ത് ചെയ്താൽ പ്രയാസത്തിലും ഫിത്നയിലും മറ്റൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഇസ്ലാഹ് വരുത്തുക എന്നുള്ളത് അവരുടെ മേൽ ഫർദ് കിഫായ കാര്യമാണെന്നാണ്. അവിടെ എന്ത് ചെയ്യണം? വീണ്ടും ഇസ്ലാമിന് വേണ്ടിയിട്ട് പണിയെടുക്കുക, ഇസ്ലാമിന്റെ സ്വാധീനത്തിന് വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് എന്താണ് നിർബന്ധമായ കാര്യമാണെന്ന് ചിലർ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളിലേക്കും അനുസൃതമായിക്കൊണ്ടാണ്. ചില ആളുകൾക്ക് അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും അവിടെ നിന്നാൽ, അല്ലെങ്കിൽ തീർത്തും കുഫറിലേക്കും ദലാലത്തിലേക്കും വഴിപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? മാറി നിൽക്കുക നിർബന്ധമായിരിക്കും. അപ്പൊ അതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിനുള്ളതായ തെളിവെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ് ഖാലൂ അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറൂ ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനെ, സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്ത ആളുകളെ, അവരുടെ റൂഹുകൾ അവരെ മരിപ്പിക്കുന്ന സമയത്ത് മലായികത്ത് അവരോട് ചോദിക്കും, നിങ്ങൾ ഏത് നിലപാടിലായിരുന്നു, എങ്ങനെയാണ് നിങ്ങളിവിടെ ജീവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ്, ഞങ്ങൾ ഈ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരാണ്, ബലഹീനരാക്കപ്പെട്ടവരാണ്, ദുർബലരായിരുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇതിനനുസരിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഖാലു, അവർ പറയും, അലം തകുൻ അർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലയോ, ഫതുഹാജിറൂ ഫീഹാ, അവിടെ നിങ്ങൾക്ക് ഹിജ്റ ചെയ്യാമായിരുന്നില്ലയോ, ഫഉലൈക മഅവാഹും ജഹന്നം വസഅത് മസ്വറ. അത് ചെയ്യാതെ അവർ എന്ത് ചെയ്തു? വലാലത്തിൽ അതിന്റെ ആളുകളുടെ കൂടെ നിർബന്ധമായ ഘട്ടത്തിൽ അതിനെ മുതിരാതെ അവിടെ തന്നെ കഴിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അവരെന്താണ്? നരകാവകാശികളാണ്, വളരെ മോശപ്പെട്ടതാണ് എന്ന് പറയാണ്. എന്നാൽ ഇല്ലൽ മുസ്തദ്അഫീന മിനൽ റിജാലി വന്നിസാഇ വൽ വിൽദാൻ ലാ യസ്തതിഊന ഹീലതൻ വലാ യഹ്തദൂന സബീല. അവരിൽ ചില ആളുകൾ ഉണ്ടാകും ദുർബലരായിരിക്കും, ദുർബലരായ പുരുഷന്മാരുണ്ടാകാം, വാർദ്ധക്യം കൊണ്ടും രോഗം കൊണ്ടും, അതുപോലെ സ്ത്രീകൾ, കുട്ടികൾ, അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഹീലത്ത്, ഉപായങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ദുർബലരായ ചില ആളുകൾ ഉണ്ടാവും. അവർ എന്താവില്ല, ആത്യന്തിക ഘട്ടത്തിൽ പ്രയാസകരമായ അവസ്ഥയിൽ അവർക്ക് ഹിജ്റ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് അവരെന്തല്ല കുറ്റക്കാരാവുകയില്ല. ഫഉലൈക അഫല്ലാഹു അൻ യഅഫു അൻഹും വകാന അല്ലാഹു അഫുവൻ ഗഫൂറ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തേക്കും, വിട്ടുവീഴ്ച നൽകിയേക്കും. അല്ലാഹു ധാരാളം വിട്ടുവീഴ്ച നൽകുന്നവനും പൊറുക്കുന്നവനുമാണ്. മറ്റൊരാഴ്ച ഇങ്ങനെയാണ്, യാ ഇബാദിയല്ലദീന ആമനൂ ഇന്ന അർദി വാസിഅ ഫഇയ്യായ ഫഅബ്ദൂൻ. അല്ലയോ വിശ്വാസികളായ എൻ്റെ അടിമകളെ, എൻ്റെ ഭൂമി വിശാലമായതാണ്, അതുകൊണ്ട് എനിക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്തു? ഇബാദത്ത് ചെയ്തു. ഒരിടത്ത് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അള്ളാഹുവിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്തു? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നതായ നാടുകൾ എന്ത് ചെയ്തു? നിങ്ങൾ കണ്ടെത്തിക്കോ എന്നുള്ളതാണ്. ഇമാം ബഗവി റഹ്മഹുല്ലാ പറയുകയാണ്, സബബു നുസൂലി ഹാദിഹിൽ ആയ ഫിൽ മുസ്ലിമീന അല്ലദീന ബിമക്കത ലം യുഹാജിറു നാദാഹുമുല്ലാഹു ബിസ്മിൽ ഈമാൻ. അപ്പോൾ മക്കയിൽ ഹിജ്റ നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷവും ഹിജ്റ ചെയ്യാൻ സാധിക്കാതെ മക്കയിൽ കഴിഞ്ഞതായ ചില മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കാര്യത്തിലാണ് എന്ത് ചെയ്യപ്പെട്ടത്? ഇതിറക്കപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷെ അവരപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് മുഅ്മിനീങ്ങളെന്ന് തന്നെയാണ് ചെയ്യുന്നത്, സംബോധന ചെയ്യുന്നത്. അത് മുഖേന കുഫാർ ആയി പോകുന്നില്ല, ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമൊന്നുമില്ല. കാരണം യാ ഇബാദിയല്ലദീന ആമനു എന്ന് അവർ വിശേഷിപ്പിച്ചത്. ഇതേപോലെ തന്നെ സുന്നത്തിലും ഇതിനുള്ള തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻഖതിഉൽ ഹിജ്റതു ഹത്താ തൻഖതിഅ തൗബ. തൗബ എപ്പോഴാണോ മുറിഞ്ഞു പോകുന്നത് അതുവരെയും
ഹിജറ മുറിഞ്ഞു പോവുകയില്ല. തൗബ മുറിയുക എപ്പോഴാണ്? ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമ്പോഴാണ്. അപ്പോഴാണ് തൗബയുടെ വാതിലുകൾ അടയ്ക്കപ്പെടുക. അപ്പൊ അതുവരെയും എന്തുമുണ്ട്? ഹിജറയുമുണ്ട് എന്ന് മുസ്ലിം പറഞ്ഞു. വലാ തൻഖതിഉ തൗബതു ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹ. സൂര്യൻ മഗ്രിബിൽ നിന്ന് ഉദിക്കുന്നത് വരെയും തൗബ ചെയ്യൂല, മുറിഞ്ഞു പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ്. അപ്പോൾ ഹിജറയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് മുസ്ലിം ഇവിടെ പറഞ്ഞത്. ഹിജറ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഫാറുകളുടെ നാട്ടിൽ നിന്ന് ഇസ്ലാമിക നാട്ടിലേക്ക് എന്തിലാണ്? ഹിജറ ചെയ്യലാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വിധി ഹുക്കുമ് എന്താണ്? നിർബന്ധമാണെന്നുള്ളതാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എന്ത് ചെയ്യും? ഹുക്കുമുകൾ മാറും. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിജറയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഷാരിഹ് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഹിജ്റത്തു കുല്ലി മാ ഔജബല്ലാഹു ഹജറഹു മിൻ അമലി വആമിലി വസമാനി വമകാനി. അപ്പോൾ ഹിജ്റ വ്യത്യസ്ത തലങ്ങളാണ്. ഒന്ന് എന്താണ്? പൊതുവെയുള്ള ഈ കുഫാറുകളുടെ നാട്ടുകളിൽ നിന്ന്, ഏത് കുഫാറുകളുടെ നാടുകളിൽ നിന്നും എന്ത് ചെയ്യുക? ഇസ്ലാമിക നാട്ടിലേക്കുള്ള ഹിജ്റ അതെന്നും അവശേഷിക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ എന്ത് ചെയ്തു? അത് അവസാനിച്ചു. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെടിയാൻ നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അതിനെന്ത് ചെയ്യുക? എല്ലാം വെടിയുക. അതെന്താണ്? അതൊരു ഹിജ്റയാണ്. അത് മിൻ അമലി, ചിലപ്പോൾ എന്തായിരിക്കാം? ചില പ്രവർത്തികളായിരിക്കാം, അള്ളാഹു നിഷിദ്ധമാക്കിയ ചില പ്രവർത്തികൾ. അല്ലെങ്കിൽ വആമിലി, ചില പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? മാറ്റി നിർത്തേണ്ടതുണ്ട്. അത് ഹിജ്റയുടെ ഭാഗമാണ്. അതേപോലെ വസമാനി, ചില കാലങ്ങൾ, ആ കാലം, ചില സമയം, അതേപോലെ ചില സ്ഥലം. അമൽ എന്ന് പറഞ്ഞാൽ കുല്ലു മാ ഹറമഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും അതിനെ തൊട്ട് എന്ത് ചെയ്യണം? ഹിജ്റ ചെയ്യണം, അതിൽ നിന്ന് മാറി നിൽക്കണം. അതേപോലെ വഅലാ റഅസി ഹാദാ ശിർക്ക്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഏറ്റവും ഗൗരവമേറിയത് ശിർക്കാണ്. ശിർക്കിൽ നിന്ന് ഒരാൾ ഹിജ്റ ചെയ്യുക. അതേപോലെ ആമില്, ചില പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ, അവരാരാണ്? അൽ കുഫാറു വൽ മുനാഫിഖൂൻ വഗൈറുഹു, കുഫാറുകളാണ് പ്രഥമമായിട്ട്. അതേപോലെ തന്നെ മുനാഫിക്കുകൾ. അതേപോലെ തിന്മകൾ ചെയ്യുന്ന ആളുകൾ തിന്മയുടെ തോതനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി നിർത്തേണ്ടി വരും. അതേപോലെ തന്നെ സമാനും, ചില സമയങ്ങൾ. അതേതാണ്? ഹദുറുൽ അസ്മിനത്തില്ലത്തി യഹ്തഫിലു ബിഹൽ കുഫാർ, കുഫാറുകൾ അവരുടെ ആഘോഷമായിട്ട് തിരഞ്ഞെടുക്കുന്ന ചില കാലങ്ങളുണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഘോഷമായിട്ട് ഏറ്റെടുക്കാൻ പാടില്ല. അതിന് ഹജ്ർ ചെയ്യുക, അതിന് വെടിയുക എന്നുള്ളത് എന്തിന്റെ ഭാഗമാണ്? ഹിജ്റയുടെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ ഹിജ്റ തന്നെയാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബികൾ നടത്തി വലിയ ഹിജ്റയാണ്. അവരുടെ നാടും ജനിച്ചു വളർന്ന വീടും അവരുടെ ബന്ധുക്കളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ നാട് വിട്ടു പോവുകയാണ്. അവരുടെ മുന്നിൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ആധുനിക കാലത്ത് ഒരാൾ എന്ത് ചെയ്യുന്നു? പല നാടുകളിലേക്ക് ഇങ്ങനെ ജോലിയാർത്ഥം ആവശ്യാർത്ഥം പോക്കുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ എന്തുണ്ട്? പദ്ധതികളും ഒരു തിരിച്ചുവരവിന്റെ പ്രതീക്ഷകളും പല പല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സഹാബികൾ എന്ത് ചെയ്യാണ്? ഇത് ഇവിടുന്ന് അതിപ്രയാസകരമായ ഘട്ടത്തിൽ അവർ തെരഞ്ഞു പോവുകയാണ്. അപ്പൊ അതിന് സഹിക്കേണ്ടി വന്ന പ്രയാസം എന്നാൽ വലിയ പ്രയാസമാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതൊക്കെ ഹിജ്റയുടെ ഭാഗമാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അത് നമ്മൾ ത്യാഗമാണ്. വിശ്വാസം പറഞ്ഞല്ലോ, ആരാണോ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യത്തെ ത്യജിക്കുന്നത്, ത്യാഗം ചെയ്യുന്നത്, അള്ളാഹു അതിനേക്കാൾ വലുതെന്ത് ചെയ്യും? നല്ലത് അവർ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നിഷിദ്ധമായ ഒരു കാര്യം ചെയ്യുന്ന മുഖേന നമുക്ക് എന്ത് നേട്ടാണ് കിട്ടുന്നത്? സാമ്പത്തിക നേട്ടാണോ? അതല്ലെങ്കിൽ മനസ്സിൽ കിട്ടുന്ന ഏതെങ്കിലും സുഖങ്ങളാണോ? അതിനേക്കാൾ ഉത്തമമായ, അതിനേക്കാൾ മികച്ചത് അള്ളാഹു ചെയ്യും. അത് ഉപേക്ഷിച്ചാൽ നൽകും. സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ, ഒരു മനസ്സിന്റെ സന്തോഷമാണെങ്കിൽ അങ്ങനെ. യഥാർത്ഥത്തിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? മനസ്സ് കൂടുതൽ കുടുസാവുക, അസ്വസ്ഥമാവുക. അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? അതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അത് ഹിജ്റയായിട്ട് തന്നെ എന്ത് ചെയ്യണം? വിശ്വാസികൾ കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ മക്കാന് ചില സ്ഥലങ്ങൾ, അതായത് ഹദുറുൽ അംകിനത്തില്ലത്തി യഹ്തഫിലു ഫീഹൽ കുഫാർ, കുഫാറുകൾ ആഘോഷങ്ങൾ നടത്തുന്ന അവരുടെ സ്ഥലങ്ങൾ, അതൊന്നും എന്ത് ചെയ്യുക? മാറി നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, എന്താണ്
നേർച്ചയാക്കപ്പെട്ട മൃഗത്തെ അറുക്കാൻ വേണ്ടിയിട്ട്. സ്ഥലത്തിന്റെ പേര് എന്താണ്? പ്രദേശം. ആ പ്രദേശത്ത് എന്ത് ചെയ്തു? ഞാൻ അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നിർവഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് നിസ്കാരത്തിരിക്കുന്ന അവിടെ എന്താണ്? അവിടെ കുഫാറുകളുടെ ഏതെങ്കിലും പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നോ പഴയകാലത്ത്? അല്ലെങ്കിൽ അവിടെ അവരുടെ കാലത്ത് അജാഹിലിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും ആഘോഷങ്ങൾ ആഘോഷിച്ചിരുന്ന സ്ഥലമാണോ? അതെല്ലാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് പൂർത്തിയാക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. അതിനെ തൊട്ട് ഹിജറ ചെയ്യുക എന്നുള്ളതും എന്താണ്? ഹിജറയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി ഫലമ്മ ഇസ്തഖറ ബിൽ മദീന ഉമിറ ബിബഖിയ്യതി ശറാഇഇൽ ഇസ്ലാം. അങ്ങനെ മദീനയിൽ പോയി സ്ഥിരമായപ്പോൾ ബാക്കിയുള്ള ശരീഅത്തിന്റെ നിയമങ്ങൾ എന്ത് ചെയ്തു? കൽപ്പിക്കപ്പെട്ടു. സക്കാത്ത്, ഏതുപോലെ? സക്കാത്ത് പോലെ. സക്കാത്ത് മക്കയിൽ വെച്ചാണ് നിർബന്ധമാക്കിയത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ എന്താണ്? സക്കാത്ത് ഫുരിദത് അവ്വലൻ ഫീ മക്ക, മക്കയിലായിരുന്നു എന്നുള്ളതാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹുവിന്റെ വാക്യം. ലാകിന്നഹ ലം തുഖദ്ദർ അൻസാബുഹാ വലം യുഖദ്ദർ അൽ വാജിബ ഫീഹാ. പക്ഷെ അതിൽ എന്ത് ചെയ്തിട്ടില്ല? അതിന്റെ നിസാബുകളോ എത്രയാണ് കൊടുക്കേണ്ടത് എന്നൊന്നും കണക്കാക്കപ്പെട്ടിട്ടില്ല. അതായത് എത്ര സമ്പത്തുണ്ടെങ്കിലാണ് ഒരാൾ എന്ത് ചെയ്യേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ് നിസാബ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അത്ര സമ്പത്തുണ്ടെങ്കിൽ അതിൽ എത്രയാണ് കൊടുക്കേണ്ടത് അതൊന്നും ചെയ്തിട്ടുണ്ടായില്ല, കണക്കാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. വഫിൽ മദീനത്തി ഖുദ്ദറത്തിൽ അൻസാബു വഖുദ്ദറൽ വാജിബ്. ഈ നിസാബുകൾ കണക്കാക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? മദീനയിൽ വെച്ചാണ്. അതേപോലെ തന്നെ അതിൽ എത്രയാണ് നിർബന്ധമാകുന്നത് എന്നും നിർബന്ധമാക്കിയത് എവിടെയാണ്? പഠിപ്പിക്കപ്പെട്ടത് മദീനയിൽ വെച്ചതാണ് എന്നുള്ളതാണ്. അതുപോലെ വഖൗം, നോമ്പ് നിർബന്ധമാക്കി ഹിജറ 2-ാം വർഷമാണ്. വൽ ഹജ്ജ്, അതേപോലെ തന്നെ ഹജ്ജ് ഹിജറ 9-ാം വർഷമാണ് എന്ത് ചെയ്യുന്നത്? നിർബന്ധമാക്കുന്നത്. ചില അഭിപ്രായപ്രകാരം 6-ാം വർഷമാണ്. പ്രബലമായ അഭിപ്രായതാണ് 9-ാം വർഷമാണ് നിർബന്ധമാക്കിയത് എന്നുള്ളതാണ്. 9-ാമത്തെ വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ എന്ത് ചെയ്തു? ഒരു ഹജ്ജ് നടന്നു. 10-ാമത്തെ വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഹജ്ജ് ചെയ്തു. അതേപോലെ തന്നെ വൽ ജിഹാദി വൽ അദാൻ, ജിഹാദിനുള്ള അനുമതി നൽകപ്പെട്ടു. ജിഹാദിന് അനുമതി ഉണ്ടായില്ല മക്കയിൽ വെച്ചുകൊണ്ട്. ക്ഷമിക്കാനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം. ക്ഷമ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിരുന്നു. ഏതൊരു സമൂഹത്തിനും ഉയർച്ചയും സ്വാധീനവും അള്ളാഹു നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ അവർക്ക് ക്ഷമ ഉണ്ടാവുക, യഖീൻ ഉണ്ടാവുക. ഇതാണ്. ഇത് ആർക്കാണ് ഉള്ളത്? അള്ളാഹു അവർക്ക് എന്ത് ചെയ്യും? ഇമാമത്ത് കൊടുക്കുന്നതാണ്. അവർക്ക് സ്വാധീനം കൊടുക്കും ഭൂമിയിൽ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ? കാന ഉമ്മത്തൻ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്തായിരുന്നു? ഉമ്മത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇമാമായിരുന്നു എന്നാണ്. പിന്തുടരപ്പെടാവുന്ന, അനുധാവനം ചെയ്യപ്പെടാൻ പറ്റുന്ന, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇമാമായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ പറയുന്ന ക്ഷമ എത്രയധികമായിരുന്നു. ക്ഷമിക്കാൻ സാധിച്ചത് കഠിനമായ യഖീൻ ഉള്ളത് കൊണ്ടാണ്, നല്ല ദൃഢമായ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് എന്ത് ചെയ്ത്? മകനെ സ്വപ്നത്തിൽ പറയാണ് അറക്കണമെന്ന്. അപ്പൊ അതിന് തയ്യാറാകണമെങ്കിൽ എത്ര കഠിനമായ വിശ്വാസമായിരിക്കണം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെത്. എത്ര അധികം ക്ഷമ വാർദ്ധക്യത്തിൽ ലഭിച്ച ഒരു മകനാണ്. അപ്പോൾ മകൻ അറുക്കാൻ സന്നദ്ധനാകണമെങ്കിൽ എത്രയധികം ക്ഷമിച്ചിട്ടുണ്ടാകും. തീയിലെറിയപ്പെടുന്നു, നാട്ടിൽ നിന്ന് ആട്ടിപ്പായക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അപ്പൊ കഠിനമായ ക്ഷമയും അതേപോലെ തന്നെ യഖീനും, ഇതാണ് ഒരാൾക്ക് സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ലോകത്തിന് മുഴുവൻ എന്ത് ചെയ്യപ്പെട്ടു? ഇമാമായിട്ട് നിശ്ചയിക്കപ്പെട്ടു. ഏത് മതസ്ഥരും ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ ആളാണ് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു, ഉയർത്തി. അതേപോലെ തന്നെ ഇമാമാണ്. വേറെ പരിശുദ്ധ ഖുർആനിൽ കാണാം, وجعلنا منهم أئمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون. ബനൂ ഇസ്രായേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയിമ്മത്തുകളെ, മാതൃകായോഗ്യരായ ആളുകളെ അല്ലാഹു ചെയ്തു, നിശ്ചയിച്ചു. നേതാക്കന്മാരെ അവർക്ക് കൊടുത്തു. എപ്പോഴാണ് അവർക്ക് കൊടുത്തത്? അവര് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജനങ്ങൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുന്നു.
അവർ കൊടുത്തില്ല അവർ ക്ഷമ അവലംബിക്കുകയും അതുപോലെ ശക്തമായ യഖീനുള്ളവരാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സബറും യഖീനും മക്ക കാലഘട്ടത്തിൽ ക്ഷമിക്കാനാണ് പറഞ്ഞത്. പ്രയാസങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഇത് ചെയ്തിട്ടില്ല. മുസ്ലിം ഉമ്മത്തിനെ നാശത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ക്ഷമിക്കുക, കഠിനമായ ക്ഷമ. അവർക്ക് അനുഭവിച്ചതുപോലുള്ളതായ പ്രയാസങ്ങൾ വേറെ ആർക്കും ചെയ്തിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ കഠിനമായി ക്ഷമിക്കുക, യഖീൻ ഉണ്ടാക്കിയെടുക്കുക, ഇതാണ്. മക്കയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, മദീനയിൽ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദിന് അനുമതി കൊടുത്തു. ആദ്യം ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, ഒഫൻസീവായിട്ട് അങ്ങോട്ട് പോയി കടന്നുപോയി ജിഹാദിന് ഉള്ള വ്യത്യസ്തങ്ങളായ കൽപ്പനകളെല്ലാം വന്നു. അതുപോലെ അദാൻ ബാങ്ക് വിളിക്കാനുള്ളതായ അനുമതി, അതേപോലെ വൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കൽ തിന്മ തടയൽ, ഇതെല്ലാം പഠിപ്പിക്കപ്പെട്ടു. വഗൈരി ദാലിക മിൻ ശറാഇഇൽ ഇസ്ലാം, ഇതെല്ലാത്തതുമായ ഇസ്ലാമിക ശരീഅത്തിലെ നിയമങ്ങളെല്ലാം മദീനയിൽ അല്ലാഹു ചെയ്തു പഠിപ്പിച്ചു. അഖദ അലാ ഹാദാ 10 സിനീൻ, ഇങ്ങനെ 10 വർഷം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചിലവഴിച്ചു. വബഅദഹാ തൂഫിയ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി, അതിനുശേഷം ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, വഫാത്തായി. 63-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. വദീനുഹു ബാഖി വഹാദാ ദീനുഹു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ എന്തായി, അവശേഷിച്ചു. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ. വഹാദാ ദീനുഹു ലാ ഖൈറ ഇല്ലാ ദല്ലൽ ഉമ്മത അലൈഹി, ഒരു ഖൈറുമില്ല, ഒരു നന്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയിട്ടില്ല, ഉമ്മത്തിന് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്താണോ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, നിങ്ങളുടെ ആഖിറത്തിന്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഖൈറായിട്ടുള്ളത്, അത് എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി അറിയിച്ചിട്ടുണ്ട്. വലാ ശർറ ഇല്ലാ ഹസ്റഹാ മിൻ, ഒരു ഷർറും ഇല്ല. റസൂലുള്ളാഹി അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. എല്ലാ ഷർറുകളെയും റസൂലുള്ളാഹി എന്ത് ചെയ്തു, താക്കീത് ചെയ്തു. വൽ ഖൈറു അല്ലദീ ദല്ല അലൈഹി തൗഹീദ് വജമീഉ മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഖൈർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് എന്താണ്, തൗഹീദാണ്. അതാണ് ഖൈറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഖൈറും സമ്മേളിക്കുന്നവരാണ് തൗഹീദിലാണ്. അതേപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതാണെന്ത്, ഖൈർ. വശർറു അല്ലദീ ഹസ്സറ മിൻഹു ശിർകു വജമീഉ മാ യക്റഹുഹു അല്ലാഹു വയഅബാ, ഷർറ് എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ശിർക്കാണ് മനുഷ്യനെ കഠിനമായ നാശത്തിൽ കൊണ്ടെത്തിക്കുക. അതേപോലെ തന്നെ അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു തടഞ്ഞിരിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്താണ്, ഷർറുമാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തതായ ഷർറ്. അപ്പോൾ നിഷിദ്ധമാക്കപ്പെട്ടവകളിൽ ഏറ്റവും ഗുരുതരമായത് ശിർക്കുൻ അക്ബറാണ്. ശിർക്കിന്റെ അക്ബർ ചെയ്താൽ ഒരാൾ എന്ത് ചെയ്യും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതേപോലെ ശിർക്കുൻ അസ്ഗർ ഉണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയുന്നതല്ല, പക്ഷെ അവന്റെ ഈമാനിന്റെ ശക്തി, തൗഹീദ് എന്ത് ചെയ്യും, ദുർബലപ്പെടുത്തി കളയും. അതേപോലെ തന്നെ പാപങ്ങളുണ്ട്, പാപങ്ങൾ വലിയ പാപങ്ങളുണ്ട്, അതേപോലെ തന്നെ ചെറിയ പാപങ്ങളുണ്ട്. ഇതെല്ലാം മുൻസിഫാത്തുൽ ഈമാനാണ്. വലിയ പാപങ്ങളാണെങ്കിലും ചെറുപാപങ്ങളാണെങ്കിലും ഈമാൻ എന്ത് ചെയ്യും, കുറച്ചു കളയുന്നതായ കാര്യങ്ങളാണ്. നമുക്ക് അള്ളാഹു കാര്യങ്ങൾ ഏതാവതും പഠിച്ചും മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل، ونعوذ بك من النار وما قرب إليها من قول وعمل. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.